പാർലമെന്റിൽ അമിത്ഷാ സഭയിലെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നാളെ പ്രതിഷേധം വീണ്ടും ശക്തമാക്കും. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം അമിത്ഷാ സഭയിലെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കും. വർഷകാല സമ്മേളനം ആരംഭിച്ച ജൂലൈ 20 മുതൽ ഇതുവരെ തുടർച്ചയായ 15 ദിവസങ്ങളിലും അമിത്ഷാ സഭാ നടപടികളിൽ പങ്കെടുത്തിട്ടില്ല. അതേസമയം ഏറെ പ്രതിഷേധം നിലനിൽക്കുന്ന FCRA ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ അക്കാര്യത്തിൽ കേന്ദ്രം മൗനം പാലിക്കുകയാണ്. നാളത്തെ സഭാ നടപടികളിൽ FCRA ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം നാളെ മുതൽ 3 ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകണമെന്ന് കാണിച്ച് കോൺഗ്രസ് MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഫെമിനയാണ് ചേരുന്നത്. ഫെമിന, 15 ദിവസമാണ് വർഷകാല സമ്മേളനം ചേർന്ന് 15 ദിവസം അമിത്ഷാ ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയില്ല. ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹത്തിന് നേരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒളിച്ചോടുന്ന നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി മടങ്ങുന്നതല്ലാതെ സഭയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. എന്തായാലും നാളെ വീണ്ടും സഭ ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഉണ്ടാകും എന്നത് ഉറപ്പാണല്ലേ? തീർച്ചയായും വർഷകാല സമ്മേളനം തുടങ്ങി 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുവരെ പാർലമെന്റിൽ എത്തിയിട്ടില്ല. ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അടിച്ചമർത്തുകയും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ 20-ാം തീയതി ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങി ഇത്രയും ദിവസം പിന്നിടുമ്പോഴും അമിത്ഷാ സഭയിൽ എത്തുന്നില്ല എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് മറ്റ് സഹമന്ത്രിമാരാണ്. അമിത്ഷാ അവതരിപ്പിക്കേണ്ട പല ബില്ലുകളും ഇത്തരത്തിൽ സഹമന്ത്രിമാർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അമിത്ഷാ പാർലമെന്റിന്റെ പരിസരങ്ങളിൽ എത്തുന്നുണ്ട് എങ്കിൽ പോലും സഭയ്ക്കുള്ളിൽ വരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തരത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉള്ളത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് മർദ്ദനം, പ്രത്യേകിച്ച് ബീഹാറിലെ AK-47 ഉപയോഗിച്ചത്, വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ളതിൽ അമിത്ഷാ മറുപടി പറയണമെന്നാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ FCRA ബില്ല് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയ്ക്കെടുക്കും എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. പക്ഷേ നാളെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. കേന്ദ്രം മൗനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അമിത്ഷാ മറ്റ് സഭാപ്രതിനിധികളുമൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. FCRA ബില്ലിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് പുതിയ ഭേദഗതികൾ, ഇത്തരത്തിൽ FCRA ലൈസൻസ് റദ്ദാക്കുകയാണ് എങ്കിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരും നിക്ഷിപ്തമാകും എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് FCRA ബില്ല് വീണ്ടും സഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ സഭയിൽ അവതരിപ്പിച്ചെങ്കിലും ആ ബില്ല് പിന്നീട് ചർച്ചയ്ക്ക് എടുത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത ആഴ്ച FCRA ബില്ല് വീണ്ടും അവതരിപ്പിക്കും, പാസ്സാക്കും എന്നുള്ളൊരു അഭ്യൂഹം വരുന്നത്. കേന്ദ്രം നേരത്തെ ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് ക്രൈസ്തവ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഈ സഭ ഈ അടുത്ത ആഴ്ച കൂടുമ്പോൾ ഇത്തരത്തിൽ FCRA ബില്ല് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. അതേസമയം തന്നെ നാളെ മുതൽ 3 ദിവസത്തേക്ക് നിർബന്ധമായും എല്ലാ കോൺഗ്രസ് MPമാരും സഭയിൽ ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് കോൺഗ്രസ് MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും സഭ നാളെ മുതൽ വീണ്ടും ആരംഭിക്കുമ്പോൾ തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും സാക്ഷിയാവുക. ശരി ഫെമിന, എന്തായാലും നാളെയെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകാനായി ബാധ്യസ്ഥനാണ്. കാരണം ഈ യുവാക്കൾക്കെതിരായ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരുന്നു, പെല്ലറ്റ് ആക്രമണത്തിനടക്കം ഉത്തരവിട്ടിരുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത്. എന്തായാലും അതിൽ ഭയന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ചോദ്യങ്ങളും ഭയന്നാണ് അമിത്ഷാ നിരന്തരം 15 ദിവസവും പാർലമെന്റിലേക്ക് എത്താതെ ഇരുന്നത്. പാർലമെന്റിൽ ഓഫീസിലെത്തി മടങ്ങുന്നതല്ലാതെ സഭയിലേക്ക് എത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാളെയും അതുതന്നെയായിരിക്കും സ്ഥിതി എന്നതിൽ മറിച്ചൊരു കാര്യമില്ല. പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം, അമിത്ഷാ എത്തിയില്ലെങ്കിൽ. വിവരങ്ങളാണ് ഫെമിന നൽകിയത്.